പുരുഷാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ വരുന്നതിന് ഒരു വിഭാഗം സ്ത്രീകൾ എതിർക്കുന്നുണ്ട്. അതെന്തിനാ അവർ എതിർക്കുന്നത്? അങ്ങനെ ഒരു കമ്മീഷൻ വന്നാൽ അവർക്ക് എന്താണ് കുഴപ്പം, എന്താണ് നഷ്ടം? ഈ ഒരൊറ്റ എതിർപ്പിൽ നിന്നും ഈ പറയുന്ന പെണ്ണുങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് കള്ളക്കേസാണെന്നും വ്യാജ കേസാണെന്നും അങ്ങനെ വ്യാജ കേസിലും വ്യാജ പ്രചരണം നടത്തി ആണുങ്ങളെ ചിലരൊക്കെ അവരുടെ വരുതിക്ക് വരുത്തി അല്ലെങ്കിൽ അവരെ ജയിലിലടക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയവരാണ് ഇവർക്ക് തെളിയിക്കില്ല എതിർക്കുന്നതിലൂടെ. വിവരവും വെള്ളിയാഴ്ച ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന കുറെ ഫെമിനിസ്റ്റ് കൂത്തിച്ചുകൾ വെറുതെ ഒച്ചമ്പിളി നായിട്ടുണ്ടാക്കാൻ ആരെ സംസാരിക്കാൻ അനുവദിക്കാതെ വെരിഞ്ചാതെ ഒച്ചമ്പിളി ഉണ്ടാക്കുന്ന കുറച്ചെണ്ണം, പിന്നെ നല്ല മര്യാദയുള്ള അച്ചടക്കമുള്ള സാമൂഹ്യ ബോധമുള്ള സാംസ്കാരിക ബോധമുള്ള രാഷ്ട്രബോധവും പൗരബോധമുള്ള കുറച്ച് പെണ്ണുങ്ങൾ, പിന്നെ ഇപ്പുറത്ത് ഒരു വിവരം വെള്ളിയാഴ്ച ഇല്ലാതെ എന്താണ് പറയുന്ന പോലെ അറിയാത്ത കുറെ വിവരം കെട്ട കുറെ ചെന്നായ്ക്കൾ പുരുഷന്മാരുടെ കാര്യം പറയുന്നത്. അതിലൊരുത്തൻ പറയുന്നത് കേട്ടു, കോടതിയുടെ ഗസ്റ്റായിട്ട് ആണത്രേ ഓരോരുത്തരെ റിമാൻഡ് ചെയ്ത് വിടുന്നത്. അത് അവനോ അവന്റെ പിതാവോ അവന്റെ മകനോ ഒരു ദിവസം ഒന്ന് പോയി കിടന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ ഗസ്റ്റിന്റെ സുഖം എന്താണെന്നുള്ളത്. പിന്നീട് മിണ്ടൂല, പുറത്തിരുന്നുകൊണ്ട് സംസാരിക്കാൻ കുറെ എളുപ്പമാണ്. അങ്ങനെ കുറെ അവന്മാരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിവരവും വെള്ളിയാഴ്ചയുമുള്ള സാമൂഹ്യ ബോധവും പൗരബോധവും രാഷ്ട്രബോധവുമുള്ള കുറച്ച് ആണുങ്ങൾ. ഈ 4 കൂട്ടരാണ് നമ്മൾ തമ്മിൽ എന്ന പരിപാടിയില് ശ്രീകണ്ഠനായരുടെ പരിപാടിയിൽ നിന്ന് സംസാരിച്ചത്. ആ ചർച്ചയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിന്റെ ഒരു ബില്ലാണ്, പുരുഷാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു പുരുഷ കമ്മീഷൻ എന്നത്. രാഹുൽ ഈശ്വർ പറയുന്നത് ഇത് പുരുഷന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്. അദ്ദേഹത്തിന് ഇപ്പൊ സംസാരിക്കാൻ കഴിയണില്ല. അയാളെ പേരിൽ വ്യാജ പരാതി വരുമ്പോ, കള്ളപ്പരാതി വന്ന് ജയിലിലേക്ക് പോകുന്ന സാഹചര്യം വരുമ്പോൾ അയാള് പ്രതിസ്ഥാനത്തിന് നിൽക്കാണ്. അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു സിസ്റ്റം വരണം, ഒരു സംവിധാനം വരണം എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതിനെയാണ് വിവേകമുള്ള കുറെ എണ്ണം പിന്തുണയ്ക്കുന്നതും ആ ബില്ലാണ് സംഗതി വരുന്നതും. എന്നാൽ അത്തരത്തിലൊരു സംസാരമേ വേണ്ട. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ സംസാരിക്കാനോ സംവദിക്കാനോ പാടില്ല. കള്ളക്കേസാലും വ്യാജ കേസാലും ഞങ്ങൾ അവനെ പെണ്ണ് കേസിലും പോക്സോ കേസിലും ഞങ്ങൾ പെടുത്തും, അതൊക്കെ അവർ അനുഭവിക്കണം, ഞങ്ങൾക്ക് വിധിച്ചു നിൽക്കണം എന്ന് പറയുന്ന കുറെ കൂത്തുച്ചുകളുടെ വാദം ഇപ്പുറത്തേക്ക് സംസാരിക്കുന്നത് കേട്ടു. അതെനിക്ക് മനസ്സിലാകാതെ പോയത്. എന്തിനാണ് ഇവർ അങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്? അവർക്ക് ആ വിധത്തിൽ പെരുമാറണം എന്നതുകൊണ്ടല്ലേ, അവർ കാണിക്കുന്നത് തെമ്മാടിത്തരമാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ. ഇത്തരത്തിൽ പുരുഷ കമ്മീഷനോ മറ്റ് കമ്മീഷനോ വന്നു പോയി കഴിഞ്ഞാൽ ഇവരുടെ തെമ്മാടിത്തരം അവിടെ നടക്കില്ല, അല്ലെങ്കിൽ അവിടെ അഹങ്കാരം പുറത്തു വരും, ചിലപ്പോ അവർക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ. അതായത് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ. അത് തന്നെയാണ് രാഹുൽ ഈശ്വർ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും വിവരവും ബോധവും വെള്ളിയാഴ്ചയുള്ളവർ പറയുന്നത്. സത്യത്തിൽ രാഹുൽ ഈശ്വർ പറയുന്നതിനേക്കാളും ഒരു പടി കൂടി മുന്നോട്ട് പോയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് പുരുഷാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന പുരുഷന് വേണ്ടി സംസാരിക്കാനുള്ള ഒരു കമ്മീഷൻ അല്ല. പുരുഷന് വേണ്ടി ഇറങ്ങി അവന് പൂർണ്ണമായും നീതി കിട്ടുന്നെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇവിടെ വനിതാ കമ്മീഷനും മഹിളാ കമ്മീഷനും മറ്റുള്ള കമ്മീഷനും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീക്കും പുരുഷനും തുല്യനീതി മതി ഇവിടെ. ഒന്നുകിൽ സ്ത്രീക്കും പുരുഷനും തുല്യനീതി, അല്ലെങ്കിൽ സ്ത്രീക്ക് ഇവിടെ പരിഗണന വേണ്ട. അതാണ് ശരി. ഇത് 2026 കോടതിക്കൊക്കെ കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും എവിടെയാണ് സത്യം, എവിടെ നീതി എന്നുള്ളത്. പോലീസ് സംവിധാനം കൃത്യമായി കേസ് അന്വേഷിച്ചാൽ മതി. ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നും വേണ്ട. വനിതകൾക്ക് പ്രത്യേകിച്ച് സംവരണത്തിന്റെ ആവശ്യമില്ല. ഒരു പീഡന കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് റിയൽ ആണോ അത് ഫേക്ക് ആണോ നോക്കിയിട്ട് അത് കള്ള കേസാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് ശിക്ഷ കൊടുക്കുക. അതല്ല അത് ശരിയായ കേസാണ് എന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് ശിക്ഷിക്കുക. കുറച്ച് വീടുകളിലൊക്കെ ചില സ്ത്രീകളാണ് പുരുഷന്മാരായിട്ട് വരപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വരപ്പിച്ചുകൊണ്ടിരിക്കുകയും പിന്നീട് ഒരു ഗതിയില്ലാതെ അയാൾ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ കള്ളക്കേസിൽ കൊടുക്കുകയും അയാളുടെ വീടും സ്ഥലവും ഒക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് അയാളെ തെരുവിലേക്ക് ഇറക്കി പറ്റുമെങ്കിൽ അയാളെ ജയിലിലേക്ക് വിടുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങുമ്പോൾ ആ പുരുഷനല്ലേ അവിടെ സഹായം വേണ്ടത്, നിയമസഹായം വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീക്കോ പുരുഷനോ സെപ്പറേറ്റ് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പുരുഷ കമ്മീഷൻ വേണ്ട, ഇവിടെ വനിതാ കമ്മീഷൻ അടക്കമുള്ള ഒരു കമ്മീഷനും വേണ്ട. ഒരു സാധാരണ ഒരു സിവിലിയൻ ആ നിലയിൽ ഇവിടുത്തെ സ്ത്രീകളെ പുരുഷന്മാരെ പരിഗണിച്ചാൽ മതി. കേസ് വരുന്നതനുസരിച്ച് പോലീസ് സത്യസന്ധമായി കേസ് അന്വേഷിച്ചിട്ട് അതിന്റെ റിസൾട്ട് കോടതിയിൽ എത്തിക്കട്ടെ, കോടതി ശിക്ഷ വിധിക്കട്ടെ. ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ മറ്റേതെങ്കിലും മഹിളാ കമ്മീഷൻ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുരുഷനും വേണം, പുരുഷന് സംഘടനകൾ വേണം. കാരണം അവന്റെ ജീവിതം ഒക്കെ വലുതാ. ഇവിടെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവളുമാർ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനൊന്നും പോകുന്നില്ല. അവനും കൂടെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അവനും അവളും തുല്യരാണ് എന്നതുകൊണ്ട് തന്നെ തുല്യനീതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത്തരത്തിൽ കമ്മീഷൻ വേണം. നമ്മൾ തമ്മിലുള്ള പരിപാടി മുഴുവൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കണ്ടത് അതിൽ കുറെ പെണ്ണുങ്ങൾ കിടന്ന് ഒച്ചമ്പിളിയുണ്ട്. ആരും പറയാൻ സമ്മതിക്കില്ലെന്നേ. അതായത് രാഹുൽ ഈശ്വർ സംസാരിക്കാൻ പറ്റുന്നില്ല, അതുപോലെ ശ്രീനാദേവി സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, മറ്റു പലരും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരല്പം മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമെങ്കിലും വേണ്ടേ? ഈ ഇവളുമാര് കിടന്ന് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവളുമാർക്ക് വേണ്ടി മറ്റോമാര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഇവരാരും മിണ്ടുന്നില്ല. ഇവരാരും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, പറഞ്ഞ ശേഷം നമുക്ക് മറുപടി പറയാമെന്ന്. എന്നാൽ ഇവര് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവര് സംസാരിക്കാൻ അയക്കാതെ ഒരു ചെന്നായിക്കൂട്ടം ഇളകുന്നത് പോലെ, ഈ തെരുവ് പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നത് പോലെ ബഹളമാണ്. പെരിഞ്ചാതി ബഹളം ഒച്ചമ്പിളി നായിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് തന്നെ ആ പ്രോഗ്രാം കണ്ട മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലായി ആരാണ് കുഴപ്പക്കാരെന്നുള്ളത്. ഇവിടുത്തെ പുരുഷന്മാരുടെ കഥ അധോഗതിയാണെന്നുള്ളത് ചിലരെയൊക്കെ കണ്ടപ്പോ ഇപ്പോ ഈ സംസാരിക്കുന്നവരെ ഇപ്പൊ തന്നെ ഞാൻ പിടിച്ചു വിടുങ്ങും എന്നുപോലും തോന്നുന്ന വിധത്തിലാണ് അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ തോന്നിയത്. ഏതായാലും പുരുഷന്മാരുടെ ഗതി അധോഗതിയാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇവിടെ വനിതാ കമ്മീഷനോ പുരുഷ കമ്മീഷനോ അങ്ങനെ ഒരു കമ്മീഷനും വേണ്ട. ഒന്നുകിൽ എല്ലാവർക്കും തുല്യമായി വരുന്ന വിധത്തിൽ 2, 3, 4 എത്ര കമ്മീഷൻ വേണമെന്ന് വെച്ചാൽ അതെല്ലാം വരണം. അത് കൃത്യമായി പ്രവർത്തിക്കണം. തെറ്റെവിടെയാണോ അത് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള സംവിധാനം വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നിലവിലുള്ള പോലീസും കോടതി മാത്രം മതി. ഒരാൾക്കും പ്രത്യേകിച്ച് പരിഗണനയുടെ ആവശ്യമൊന്നുമില്ല. പെണ്ണെന്ന് പറഞ്ഞ ഒരു കൊമ്പ് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ അബലയായിരുന്നു ഒരു കാലത്ത്, അത് അന്ധകാലത്ത്. ഇന്ന് അതല്ല. ഇന്ന് സത്യത്തിൽ അവനാണ് ആ ബുദ്ധിമുട്ട്. അവനാണ് ശരിക്കും ഇര. അവള് ഇരയല്ല. കാരണം അവൾക്ക് നീതിയും നിയമവും എല്ലാം അവൾക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോ അവന്റെ കാര്യമാണ് കഷ്ടത്തിൽ. 100 കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ 90 കേസും കുടുങ്ങി നിൽക്കുന്നത് പുരുഷനാണ്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ നിന്ന് പോകണം. പോക്സോ കോടതിയിലും ഇതുപോലുള്ള ഫാമിലി കോർട്ടിലും സ്ത്രീധന പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കുടുംബ കോടതിയിലും മറ്റ് ക്രിമിനൽ കോടതിയിലും ഒക്കെ നിങ്ങളൊന്ന് പോകണം. എല്ലാ കോടതികളിലൊന്ന് പോയിട്ട് അവിടെ വരുന്ന പ്രതികൾ, ആ പ്രതികളോട് നിങ്ങളൊന്ന് സംസാരിക്കണം. അവരുടെ സാഹചര്യം ഒന്ന് പരിശോധിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഹാജരാക്കപ്പെടുന്ന പ്രതികളുടെ എണ്ണം കൂടി നോക്കണം. ആണാന്നോ പെണ്ണാന്നോ. ചില കേസുകളിലെങ്കിലും ഈ പെണ്ണുങ്ങളെ കൂടി ചതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് പോക്സോ കോടതിയിൽ 2 കേസുകളിൽ 2 സ്ത്രീകൾ പ്രതിയായി നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ 2 സ്ത്രീകളിൽ ഒരു കേസ് എനിക്ക് അറിയാവുന്നതാണ്. അവരെ മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണ്. ഒരു ടീച്ചറാണ്. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോക്സോ കേസ് ഒന്ന് കൊടുക്കുക. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടുണ്ടെങ്കിൽ എത്ര കാലമെടുക്കും, എത്ര പണം ചെലവാക്കേണ്ടി വരും. അതായത് അവിടെ സംസാരിച്ചിരുന്ന, ഞാൻ ആദ്യം പറഞ്ഞിരുന്ന 2 വിഭാഗത്തിലുള്ള സ്ത്രീകളും പറഞ്ഞ ആ പുരുഷന്മാരും അവർ ഈ സമൂഹത്തെ മലീമസമാക്കുകയാണ്, സമൂഹത്തെ നശിപ്പിക്കുകയാണ്, ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ ഭ്രാന്ത് പിടിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരെ കയറെടുപ്പിക്കുകയാണ്, അവർ ആത്മഹത്യ ചെയ്യിക്കുകയാണ്, അതല്ലെങ്കിൽ അവരെ നാട് പിടിക്കുകയാണ്. ഇത് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി, ഇതങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി വെച്ച ശേഷം പറയുന്നു പുരുഷ കമ്മീഷൻ വേണ്ട, യാതൊരു കമ്മീഷനും വേണ്ട, ഞങ്ങൾ പറയുന്നതനുസരിച്ച്, ഞങ്ങൾ ചവിട്ടുന്നതനുസരിച്ച് ഞങ്ങളെ കാൽ കീഴിൽ നിങ്ങൾ കിടന്നോളാം. അവിടെയാണ് രാഹുൽ ഈശ്വർ പറയുന്ന പുരുഷ കമ്മീഷന്റെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നലാണ്. Different angles. Don't forget to subscribe and support this channel.